ഹലോ എവ്രി വൺ, കെയർ മി മോം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് വെയ്റ്റ് ഗെയിൻ കുറുക്ക് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ കുറുക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. നമുക്ക് ഒരു ക്യാരറ്റ്, 2 ടീസ്പൂൺ റവ, അതുപോലെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാല്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 ബദാം, അതുപോലെ തന്നെ നമുക്ക് മധുരത്തിനായിട്ട് 2 ഡേറ്റ്സും കൂടിയും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലായിട്ടും ഈ കുറുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇതിൽ നമ്മൾ പാൽ ആഡ് ചെയ്യുന്നുണ്ട്. പാൽ എപ്പോഴും ഒരു വയസ്സിന് ശേഷമാണ് നമുക്ക് കൊടുത്തു തുടങ്ങാവൂ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായി ഞാനിവിടെ ഒരു ക്യാരറ്റ് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്യാം. ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരു 8 മാസം തുടങ്ങിയിട്ട് ക്യാരറ്റ് നല്ലപോലെ സ്റ്റീം ചെയ്തിട്ട് പ്യൂരി ആക്കിയിട്ട് സെമി സോളിഡ് പരുവത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഞാൻ ഈ തൊലി കളഞ്ഞെടുത്ത ക്യാരറ്റ് ഒന്നുകൂടി വാഷ് ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വളരെ ചെറിയ രീതിയിൽ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞുങ്ങളുടെ വായിൽ തടയില്ല. നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക്, ചില കുഞ്ഞുങ്ങൾക്കൊന്നും പല്ലൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ വായിൽ തടയില്ല. മാത്രമല്ല നമുക്ക് ക്യാരറ്റ് എളുപ്പത്തിൽ വെന്ത് കിട്ടാനും സഹായിക്കും. ഇതിപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുറുക്കിൽ നമ്മൾ മധുരത്തിനായിട്ട് ആഡ് ചെയ്യുന്നത് ഡേറ്റ്സ് ആണ്. ഈന്തപ്പഴത്തിൻ്റെ 2 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ആ 2 ഈന്തപ്പഴത്തിൻ്റെയും കുരുക്കൾ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കത് ആൽമണ്ടും കൂടി ചേർത്ത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 4 to 5 hours നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്നൊക്കെ നല്ലപോലെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ ഈ ആൽമണ്ടും അതുപോലെ തന്നെ ഡേറ്റ്സും ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. ഇനി ഈ ഡേറ്റ്സും ആൽമണ്ടും നമുക്ക് ഒരു 4 hours കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോക്ക് ചെയ്തേക്കണ ആൽമണ്ടിൻ്റെയും ഡേറ്റ്സിൻ്റെയും സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ ഈ നട്ട്സൊക്കെ നമ്മൾ മുഴുവനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുടുങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ നല്ലപോലെ കുതിർത്തിയിട്ട് അടിച്ചെടുക്കുന്നത്. അതാവും പിന്നെ നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന കുറുക്കിലോ അല്ലെങ്കിൽ നമുക്ക് പാലിലോ ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഹോൾ നട്ട്സായിട്ട് കൊടുക്കാണ്ടിരിക്കുക. അത് കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങുന്നതിന് കാരണമാകും. ആൽമണ്ടും ഡേറ്റ്സ് നല്ലപോലെ സോക്ക് ആയേക്കണതുകൊണ്ട് നമുക്ക് നല്ല ഫൈനായിട്ട് മിക്സിയിൽ അടിഞ്ഞ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡേറ്റ്സിൻ്റെയും ആൽമണ്ടിൻ്റെയൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ഗെയിനും അതുമാത്രമല്ല അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഡേറ്റ്സും അതുപോലെ തന്നെ ആൽമണ്ടൊക്കെ ഡെയിലി അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഈന്തപ്പഴം ഒരു നാച്ചുറൽ സ്വീറ്റ്നർ ആയതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ കുറുക്കിൽ പഞ്ചസാരയ്ക്ക് പകരം, അതായത് ഒരു വയസ്സിന് താഴെ നമ്മൾ ഒട്ടും കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര കൊടുക്കാൻ പാടില്ല. ഒരു വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരത്തിനായിട്ട് നമുക്ക് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അവർക്ക് കൊടുക്കുന്ന കുറുക്കുകളിലൊക്കെ. ഇവിടെ ഇപ്പോൾ എനിക്ക് നമ്മുടെ ഈന്തപ്പഴവും ബദാമും നല്ലപോലെ ബ്ലെൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചെറിയ ബൗളിലേക്ക് പകർത്തി വയ്ക്കാം. ഇനി നമുക്ക് കുറുക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനൊരു സോസ് പാനിൽ 1 ഗ്ലാസ് പാല് ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ ഈ റെസിപ്പിയിലേക്ക് തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ക്യാരറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബർ, അയേൺ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, ധാരാളം പോഷക ഗുണങ്ങളുള്ള ക്യാരറ്റ് കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന്, അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് ക്യാരറ്റ് അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ചൂടായ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട്
അത് മെൽറ്റായി കഴിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വായിൽ തടയില്ല, അതുകൊണ്ടാണ് നല്ലപോലെ വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 1 വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ റവ മതിയാവും. ഇപ്പോൾ എൻ്റെ മോന് 2 വയസ്സുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ റവ എടുത്തേക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണേ, ആദ്യം നമ്മൾ ക്യാരറ്റ് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കതിനകത്തേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം ക്യാരറ്റിൻ്റെയും റവയുടെയും വേവ് 2ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാരറ്റ് ഇട്ട് വേവിച്ചതിന് ശേഷം വേണം നമ്മൾ റവ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ റോസ്റ്റിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. പാല് നമുക്ക് 1 വയസ്സിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത്. അതും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വയസ്സിന് ശേഷം പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. കാരണം എല്ലാ കുഞ്ഞുങ്ങളുടെയും ദഹന വ്യവസ്ഥ വ്യത്യസ്തമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചില കുട്ടികൾക്ക് പാല് ചിലപ്പോൾ എളുപ്പം ദഹിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടറെ കണ്ട് ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. നമ്മൾ കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും തീ ലോ ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വേവുകയും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല, കരിഞ്ഞ് പിടിക്കില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളെപ്പോഴും കുറുക്ക് റെഡിയാക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കുറുക്ക് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വെന്തതിന് ശേഷം നമുക്ക് മധുരത്തിനായിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ടും അതുപോലെ തന്നെ ഡേറ്റ്സും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറുക്ക് നല്ലപോലെ തിളച്ച് വെന്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്താൽ മതിയാവും. നമ്മുടെ ഡേറ്റ്സ് ആൽമണ്ട് പേസ്റ്റ് ചേർത്ത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ചൂടാറാനായിട്ട് നമ്മുടെ കുറുക്ക് ഇറക്കി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ കുറുക്ക് നല്ലപോലെ ചൂടാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുഞ്ഞുങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുറുക്കിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു ഇളം ചൂടിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് കുറുക്ക് റെസിപ്പിയാണിത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു കുറുക്ക് നമുക്ക് വീക്കിലി നമുക്ക് 1 അല്ലെങ്കിൽ 2 ചെയ്ത് കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക്. അതാകുമ്പോൾ പിന്നെ ഒരു മടുപ്പില്ലാണ്ട് കഴിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു ഹെൽത്തി ഹോം മെയ്ഡ് കുറുക്ക് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.